ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ കണി കാണുന്ന ആ ഒരു കുട്ടികൾ വരുന്നുണ്ട് കണി കാണിക്കാൻ വേണ്ടി, അല്ലെ? അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു കൊച്ചൊന്നും അല്ല കേട്ടോ, കുറെ കുട്ടികൃഷ്ണന്മാരുണ്ടാവും. അപ്പൊ ഇവരെയൊക്കെ ആരാണ് ഈ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ കണ്ണനും എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹൗസിംഗ് കോളനി ആ ഒരു സെക്രട്ടറി ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവര് പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഞങ്ങൾ ഇതൊക്കെ ഒരുക്കിയതാ, ഈ കുറെ കുട്ടികൃഷ്ണന്മാരൊക്കെ ആയിട്ട് എല്ലാ വീടും കയറി ആ ഒരു പണി കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിൽ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുക. അപ്പൊ മഹാലക്ഷ്മി ആണെങ്കിൽ എല്ലാ പിള്ളേരെയും ഇങ്ങനെ എടുത്ത് ഓമനിച്ച് ചുംബിക്കൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ കണ്ണൻ ഭയങ്കര ഒരു സ്നേഹത്തോടു കൂടി നമ്മുടെ മഹാലക്ഷ്മി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദുർഗാമ്മയും നമ്മുടെ മഞ്ജുവും കുത്തുവാക്ക് പറയുന്നുണ്ട് നമ്മുടെ എന്താ പറയുക മഹാലക്ഷ്മിയുടെ അടുത്ത്. ഓ, നിനക്ക് സ്വന്തമായിട്ട് കുഞ്ഞില്ലെങ്കിലും അടുത്ത കൊല്ലം നിനക്ക് നിന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ ഇങ്ങനെ ഒരുക്കിയൊക്കെ ലാളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവരുള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണം നമ്മുടെ മഹാലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. വിഷുവായിട്ട് കുറച്ച് കുത്തുവാക്ക് കേട്ടല്ലേ, സാരില്ല മഹി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് അത്രയ്ക്ക് സങ്കടമൊന്നും ആയില്ല കണ്ണേട്ടാ എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം അപ്പുറത്ത് നമ്മുടെ കരുണ കണി കാണാൻ വേണ്ടി എണീക്കാൻ പോകും. അപ്പൊ നമ്മുടെ മുത്തശ്ശി കരുണയെ പോയി വിളിക്കുക കേട്ടോ, മോളെ കണ്ണ് തുറക്കരുതേ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ കരുണ കണ്ണ് തുറന്ന് കണി കാണുന്നത് നമ്മുടെ മുത്തശ്ശിയായിരിക്കും. അപ്പൊ പിന്നെ തീർന്നിട്ട് അല്ലെ, മുത്തശ്ശിയെ കണി കണ്ടാൽ എങ്ങനെയിരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം, അല്ലെ? അപ്പൊ മുത്തശ്ശി പിന്നെ നമ്മുടെ കരുണയെ സമാധാനിപ്പിക്കുന്നത്, അയ്യോ എന്നെ കണ്ടാൽ സാക്ഷാൽ ദേവിയെ കണി കാണുന്നത് പോലെ മോളെ, മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, മോള് കണ്ണടച്ച എന്തായാലും നമുക്ക് വിഷുക്കന് പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണ് പിന്നെ അടച്ചിട്ട് നമ്മുടെ കരുണയെ വിഷുക്കന് പോയി കാണിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മുത്തശ്ശി പ്രതാപനെ വിളിക്കുന്നുണ്ട്. അപ്പൊ പ്രതാപനെയും കണ്ണുപൊത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രതാപൻ ആദ്യം തന്നെ നോക്കുന്നത് പക്ഷെ നമ്മുടെ കരുണയുടെ മുഖത്തായിരിക്കും കേട്ടോ. കരുണയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ പ്രതാപൻ ആ ഒരു കണി വിഷുക്കണിയിലോട്ട് ആ ഒരു കൃഷ്ണ ഭഗവാനെ നോക്കുന്നത് പോലും കേട്ടോ. അതിനുശേഷം ഇവര് അവിടെ നിന്ന് ഒരുമിച്ച് മൂന്നുപേരും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ നമ്മുടെ മോഹിനി അമ്മ എണീക്കുന്നുണ്ട്. ആ മോഹിനി അമ്മ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഫോണിലെ വാൾപേപ്പർ ആട്ടോ കണി കാണുന്നത്. വാൾപേപ്പറിൽ ആരാ, നമ്മുടെ മഹാലക്ഷ്മി. എന്നിട്ട് മഹാലക്ഷ്മി നോക്കി ഇങ്ങനെ നിറകണ്ണുകളോടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക്. എന്നിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ മോഹിനിയമ്മയുടെ കാര്യവും തീരുമാനമായി. മോഹിനിയമ്മയ്ക്ക് ഇനി വെച്ചടി വെച്ചടി ആയിട്ടായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയല്ലേ കണി കണ്ടിരിക്കുന്നത്, അല്ലെ? ഇനി സന്തോഷത്തിന്റെ നാളുകൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതിനുശേഷം ഇവര് രണ്ടു കൂട്ടരും നമ്മുടെ കണ്ണന്റെ വീട്ടുകാരും ഇവിടെ കരുണയുടെ വീട്ടുകാരും രണ്ടു കൂട്ടരും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട്. അവിടെ മഹാലക്ഷ്മി സൂപ്പർ ഹാപ്പി, കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നു, കണ്ണൻ അത് വീഡിയോ എടുക്കുന്നു. കണ്ണൻ കമ്പിത്തിരി കത്തിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി വീഡിയോ എടുക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ദുർഗയ്ക്കും മഞ്ജുവിനും അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കരുണയും പ്രതാപനും മുത്തശ്ശി എല്ലാവരും കൂടി ഇങ്ങനെ മത്താപ്പ് കത്തിക്കുന്നു, കമ്പിത്തിരി കത്തിക്കുന്നു. അതിനിടയിൽ നമ്മുടെ പ്രതാപന് അവൻ ഇങ്ങനെ മത്താപ്പ് കത്തിക്കാൻ പോകുമ്പോൾ പൊള്ളലേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രതാപൻ മനസ്സിലായി എന്തൊക്കെയോ പന്തികേട് വരാൻ പോകുന്നു, അല്ലെ? തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പൊള്ളലേറ്റിട്ടുണ്ട്, അല്ലെ പ്രേക്ഷകരെ? അപ്പൊ അതിനുശേഷം നമ്മുടെ മോഹിനിയൊക്കെ വന്ന് ഐസൊക്കെ വെച്ച് ഏകദേശം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇവർ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുക. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, സാഗർ നാളെ കൈനീട്ടം മേടിക്കാൻ വരുമല്ലോ, അവര് വരുമ്പോൾ സാഗർ വരുമ്പോൾ വീണ്ടും ഈ വീട്ടില് കുറെ കുത്തുവാക്കുകൾ ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ കണ്ണേട്ടാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കണം. അവന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും തനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ലല്ലോ, അപ്പൊ താൻ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനുണ്ട്, എന്റെ എന്റെ ആഗ്രഹപ്രകാരം തനിക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയെ സമാധാനിപ്പിച്ച് ഇവരെ പിന്നെ വീടിനുള്ളിലേക്ക് കയറുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലെ? അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.